അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ പരാതിക്ക് എതിരായി നൽകിയ ആക്ഷേപത്തിൽ ബർത്ത് റൈറ്റാണ് ജ്ഞാനായത്വം എന്ന് പറഞ്ഞതും എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് KCCയുടെ ആക്ഷേപത്തിൽ പ്രയോഗിച്ചതും എത്രമാത്രം ഹാനികരമായിട്ടാണ് സമുദായത്തെ ഈ ജഡ്ജ്മെൻറ്റിൽ ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് 60-61 പേജുകളിലായി പാരഗ്രാഫ് 8ാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയും. The right of the association which is claimed by the defendant 1 and 2 must fail from its inception because Exhibit B1 bylaw had been introduced only in the year 2008. Referring to paragraph 23 of the written statement, it is pointed out that there is a clear admission that the membership in the diocese is derived by birthright. If that be so it passes one's comprehension as to how, based on a rule or a regulation or a bylaw introduced subsequently, the said right could be divested. 2008 മാത്രം നിങ്ങൾ പ്രോമുൾഗേറ്റ് ചെയ്ത ഒന്നാണ് നിങ്ങളുടെ നിയമസംഗ്രഹം. അതിൽ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആക്ഷേപത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനായ വ്യക്തിയുടെ ജ്ഞാനായത്വം എന്ന് പറയുന്ന ആ അവകാശം അത് ജന്മാവകാശമാണെന്നാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും അതിൽ തട്ടി കാര്യങ്ങൾ അവസാനിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജന്മാവകാശം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് ഒന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. തെളിവ് നിയമത്തിൻ്റെ ഒരു സിദ്ധാന്തം അനുസരിച്ച് അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നാണ്. നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന വസ്തുതകൾ പിന്നെ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അവർ അംഗീകരിച്ചു കഴിഞ്ഞു ജ്ഞാനായത്വം ജന്മാവകാശമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളും ഇല്ലാതെയാക്കാൻ കഴിയുന്നതല്ല. പരാതിക്കാരുടെ ഈ അവരുടെ ആവശ്യം അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് 61 പേജ് നമ്പർ 61 10ാമത്തെ പാരഗ്രാഫ്. It is further pointed out that the rule of excommunication is akin to the concept of untouchability, which is prohibited under Article 17 of the Constitution of India. Further, it is pointed out that when the association itself is formed based on the strength of the collective individual, merely because an association is formed, that by itself will not denote the right of the individual member in the association. Such an association should certainly yield towards the rights of individual members and not otherwise. ഇന്ത്യൻ ഭരണഘടനയുടെ 17ാമത്തെ അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അവ ഒരു ഗുരുതരമായ കുറ്റകൃത്യമായി കാണുന്ന ഒന്നാണ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് അവരെ പുറത്താക്കുക വഴി നിങ്ങൾ ഒരുതരം അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നാണ് കോടതി കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ചർച്ച അല്ലെങ്കിൽ അസോസിയേഷനാണ് ഇത് സമുദായം എന്നൊക്കെ പറയാമെങ്കിലും ഇൻഡിവിജ്വൽ റൈറ്റ്സ് അതുകൊണ്ടൊന്നും ഇല്ലാതെയാക്കാൻ കഴിയുന്നില്ല. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെയും വരുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ് അത് ബർത്ത് റൈറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒരു കാരണവശാലും
അത് ഇല്ലാതെയാക്കാൻ, ഡിന്യൂഡ് ചെയ്യാൻ കഴിയില്ല, നിഷേധിക്കാനോ ഇല്ലാതെയാക്കാനോ പറ്റുന്ന ഒന്നല്ല. അതുപോലെ തന്നെ അതിൽ തന്നെ പേജ് നമ്പർ 63 തന്നെ 15-ാമത്തത്, സോറി അത് 63 64 63-ാമത്തെ 63-ാമത്തേത് 15-ഉം 16-ഉം 14-ഉം 15-ഉം പാരഗ്രാഫ്. With reference to chapter 3, rule 1 of exhibit B1 bylaw, it is stated that there is no prohibition for the children born of a person who leads an immoral life to be baptized to take such children within the fold of the Knanaya community. If that be so, there is no reason as to why the children born out of the marriage between a Knanaya male and a non-Knanaya female should not be taken into the fold of the defendants by baptizing them in accordance with the religious rites and ceremonies. ഈ ഹാജരാക്കിയ B1 ബൈലോ, അതായത് നിയമസംഗ്രഹത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ റൂൾ 1-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഒരു വ്യഭിചാരിണി തൻ്റെ കുട്ടിയുടെ ജ്ഞാനസ്നാന ആവശ്യാർത്ഥം സമീപിച്ചാൽ അത് ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേർക്കാൻ പ്രൊവിഷൻ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഒരു ജ്ഞാനായ പുരുഷന് ഒരു ജ്ഞാനായേതര ജീവിത പങ്കാളിയിലുണ്ടാകുന്ന കുട്ടിയെ മാമോദീസ മുക്കി അല്ലെങ്കിൽ ജ്ഞാനസ്നാനം നൽകി നിങ്ങളുടെ സമുദായത്തിലേക്ക് ചേർക്കാൻ കഴിയാതിരിക്കുന്നത്? അതുകൂടാതെ അതിൻ്റെ 15-ാമത്തെ പാരഗ്രാഫ് അതേ പേജിൽ തന്നെ പറയുന്നു, ഈവൻ ഗോയിങ് ബൈ എക്സിബിറ്റ് B22, which is the census report of Travancore, which has been heavily relied on by the learned senior counsel appearing for the appellants, Sri Shyam Padman, pointed out that even Thomas of Kana, who came to Crankennur and was received with all honors, after arrival he married 2 wives, one a Christian who belonged to the colony and another a Hindu. രൂപത തന്നെ ഹാജരാക്കിയ എക്സിബിറ്റ് B22 എന്ന് പറയുന്ന രേഖപ്രകാരം, അതായത് സെൻസസ് റിപ്പോർട്ട് ഓഫ് ട്രാവൻകൂർ, അതിൽ പറഞ്ഞിരിക്കുന്നു, ക്നായി തോമ 2 വിവാഹം കഴിച്ചുവെന്നും ഒന്ന് തദ്ദേശീയ ഹിന്ദു സ്ത്രീയായിരുന്നു, മറ്റൊന്ന് കോളനിയിൽപ്പെട്ട അല്ലെങ്കിൽ ക്നാനായ സ്ത്രീ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അത് കാണിക്കുന്നത് എൻഡോഗമി എന്ന് പറയുന്നത് നമ്മുടെ ഗോത്രപിതാവ് അല്ലെങ്കിൽ കുലപതി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ക്നായി തോമ തന്നെ പാലിച്ചിരുന്നതല്ല എന്ന് കാണിക്കാൻ ഇത് സഹായിക്കും. ആ രീതിയിലാണ് ജഡ്ജ്മെന്റ് പോകുന്നത്. മറ്റൊന്ന് 64-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നു, വിത്ത് ഫർദർ റെഫറൻസ് ടു എക്സിബിറ്റ് B19, it is pointed out that in response to the request of the defendants, the Vatican City on 15/11/2017 pointed out that the concept of endogamy hitherto was not permitted elsewhere and that the practice followed among the community of Sadist has been only tolerated. The said letter has been issued after filing of the suit, which would clearly indicate that neither at the time of filing of the suit nor at the time of framing of exhibit B1 bylaw there was any sanction from the religious head regarding the custom of endogamy. ഈ നിയമസംഗ്രഹം ഉണ്ടാക്കിയ സമയത്തോ അല്ലെങ്കിൽ ഇത് ഫയൽ ചെയ്യുന്നതിന് മുമ്പോ
എൻഡോഗമിയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും റിലീജിയസ് ഹെഡ് അല്ലെങ്കിൽ സഭയുടെ തലവന്മാർ അംഗീകരിച്ചിരുന്നില്ല. നമ്മുടെ ഒരു ഒരു അനുഷ്ഠാനമായി അത് അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് ഇതിൽ പറയുന്നത്. അത് 15/11/2017 വത്തിക്കാൻ അയച്ച ഒരു കത്തിൽ നിന്നാണ് അത്. ഈ കത്തും ഹാജരാക്കിയത് ഇത് തന്നെയാണ്. അതിൽ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം സഹിക്കുന്നു എന്ന് പറയുന്നത് ഇഷ്ടമല്ലാതെ അതങ്ങ് അംഗീകരിക്കുന്നു എന്നതാണ്. അല്ലാതെ അത് നിയമപരമായതുകൊണ്ട് അത് അംഗീകരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അത് അനിവാര്യമായ ഒന്നായതുകൊണ്ട് അംഗീകരിക്കുന്നു എന്ന് അർത്ഥമില്ലാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്.